ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ 1.5 കിലോ വാങ്ങിച്ച് മസാല എല്ലാം പുരട്ടി വെച്ചേക്കുവാണ്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അതിന് 4 സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്. അത് ഇനി ഞാൻ ചിക്കൻ വറുക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കാൻ വേണ്ടി പോകണേ. ചിക്കൻ വറുക്കാനിടാണ്. ചിക്കൻ എല്ലാം ഞാൻ നല്ല കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാ സാധനങ്ങളും ഇട്ട് ഒരു അരമുറി ചെറുനാരങ്ങ ഇതെല്ലാം ഇട്ട് ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി മുളക് എല്ലാം പുരട്ടി ഉപ്പൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വറുക്കാനിടുന്നത്. ചിക്കൻ വറുക്കുവാണ്. ചിക്കൻ വറുത്ത് കഴിഞ്ഞ് ഇനി ഞാൻ ഇതിൻ്റെ ചേരുവകളെല്ലാം ചെയ്യാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ആ വറുത്തതിനകത്തേക്ക് തന്നെ ഈ സവാള 4 ഇട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. പച്ചമുളക്, വേപ്പില എല്ലാം അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴണ്ട് വരണം. അത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ എടുത്ത ചേരുവിടുന്നത്. അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മസാലപ്പൊടി 1/2 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി അരപ്പും കൂടി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നല്ലോണം വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ 3 സ്പൂൺ തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഒഴിക്കുക, ഉപ്പിടുക. നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടി വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് വേക്കൊന്ന് റെഡിയാക്കി ചിക്കൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരുമാതിരി കറിയൊക്കെ ഒരുമാതിരി ആയി വരുമ്പോഴത്തേക്കും മല്ലിയെല്ലാം അങ്ങോട്ട് എല്ലാം വെതറി ഇട്ടുക. ചിക്കൻ കറി റെഡി. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. ഇത്തിരി ചോറ് വയ്ക്കാം, ബിരിയാണി ചോറ് വെക്കാൻ പോകണം. അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനകത്തേക്ക് ആദ്യം തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരുമാതിരി മൂത്ത് കഴിയുമ്പോൾ കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് മൂക്കണം. അതിൻ്റെ മണം പട്ട ഗ്രാമിൻ്റെ മണം തന്നെ. അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, സവാള ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു പച്ചമുളക്, 2 പച്ചമുളക് പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റി
സാധനം നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 6 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം, നല്ല തിളച്ച 6 ഗ്ലാസ് ഒഴിക്കണം. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം കഴുകി വെച്ചേക്കണ അരി ഞാൻ കഴുകി വെച്ചേക്ക് പറഞ്ഞ നേരത്തെ 3 ഗ്ലാസ് അരി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് അത് ഇളക്കിയെല്ലാം കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ഉപ്പ് പാകമാണെന്ന് അറിഞ്ഞിട്ട് പാകമാണെന്ന് നോക്കണം. നമ്മൾ ഒന്ന് ഇളക്കിയേക്കുക എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ലോണം ഇളക്കി എല്ലാം യോജിപ്പിച്ച് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചിട്ട് നല്ലോണം ആവി വരുമ്പോഴത്തേക്കും മാത്രമേ വിസിലിടാൻ പാടുള്ളൂ. നന്നായിട്ട് തിളച്ച ആവി വന്നാൽ മാത്രമേ വിസിലിടാൻ. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി, ബിരിയാണി ചോറ്, സാലഡ്, അച്ചാർ കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. ഇട്ട് കഴിച്ചു നോക്ക്. ബിരിയാണി ഇങ്ങോട്ട് കഴിക്കണം. ചൂട് അടിപൊളിയാ.